കാസർഗോഡ് തമിഴ്നാട് സ്വദേശിയുടെ ആക്രമണത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു. ബേഡകത്ത് പലചരക്ക് കട നടത്തുന്ന രമിതയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് മദ്യലഹരിയിലെത്തിയ പ്രതി രാമാമൃതം ടിന്നർ ഒഴിച്ച് തീ കൊളുത്തിയത്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോൾ ഈ യുവതി ചികിത്സയിലിരിക്കെ ആണ് മരിച്ചത്. രാമാമൃതം അദ്ദേഹത്തിനെതിരെ ഇനിയിപ്പോൾ നരഹത്യാ കുറ്റമടക്കം ചുമത്തുന്ന നടപടികളിലേക്ക് പോകുമോ? എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? അതുല്യ, ഈ ഗുരുതരമായ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന രമിത ഇന്ന് പുലർച്ചെയാണ് മരണത്തിന് കീഴടങ്ങുന്നത്. മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ നരഹത്യാ കുറ്റത്തിനാണ് ഇപ്പോൾ നിലവിൽ രാമാമൃതത്തിനെതിരെ കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കൊലക്കുറ്റത്തിന് പോലീസ് കേസെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ബേഡകത്ത് പലചരക്ക് കട നടത്തുകയായിരുന്നു രമിത. ഇയാളുടെ ഈ ഈ യുവതിയുടെ കടയ്ക്ക് തൊട്ട് സമീപമായി ഒരു ഫർണിച്ചർ കട നടത്തുന്ന തമിഴ്നാട് ചിന്നപട്ടണം സ്വദേശിയായിട്ടുള്ള രാമാമൃതമാണ് ഈ ആക്രമണം നടത്തിയത്. അതായത് ഈ ഈ പലചരക്ക് കട നടത്തുന്നതിന്റെ സമീപത്തായി ഇയാൾ ഒരു ഫർണിച്ചർ കട നടത്തുന്നുണ്ടായിരുന്നു. ഇവിടെ ഈ കടയിലെത്തി മദ്യപിച്ചെത്തി പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് രമിത ഈ കെട്ടിട ഉടമയോട് പരാതി പറയുന്നു. ഈ പരാതിയെ തുടർന്ന് കെട്ടിട ഉടമ ഈ രാമാമൃതത്തോട് കടയൊഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ കടയൊഴിഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് ഈ ടിന്നർ, അതായത് കയ്യിൽ കരുതിയിരുന്ന ടിന്നർ രമിതയുടെ ദേഹത്തൊഴിക്കുകയും തീ കൊളുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തത്. ആ ഘട്ടത്തിൽ 65% പൊള്ളലേറ്റ് ഇവർ ആദ്യം കാഞ്ഞങ്ങാടേക്കും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലും ചികിത്സ തേടുകയായിരുന്നു. എന്തായാലും മദ്യപിച്ചെത്തി സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്നത് കെട്ടിട ഉടമസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോഴും ഈ രാമാമൃതം പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മറ്റു നടപടികളിലൊക്കെ പോലീസ് കടക്കുന്നുള്ളൂ. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പോലീസും ഈ ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഈ രമിതയുടെ ചികിത്സയ്ക്ക് വേണ്ടി നാട്ടുകാർ വലിയ രീതിയിലുള്ള പണം സ്വരൂപിക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഈ ആകസ്മികമായി ഈ മരണം സംഭവിക്കുന്നതും ഏറെ ദുഃഖാർഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുല്യ.